വില്ലേജിൽ പോകണല്ലേ? ല്ലേ? എന്താണ് ഗ്ലോബൽ വില്ലേജിനെ കുറിച്ച് പറയുന്നത്? ഗ്ലോബൽ വില്ലേജ് അത്യാവശ്യത്തിന് വലുതാണ്. നമ്മൾക്ക് ഫണ്ണിനായിട്ട് എല്ലാ റൈഡും നമ്മളങ്ങനെ ഗ്ലോബൽ വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഗ്ലോബൽ വില്ലേജ്. ഗ്ലോബൽ വില്ലേജിൽ വന്ന് ഗൈസ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ഐഫൽ ടവർ, താജ്മഹൽ, പിന്നെ ഒരു അപ്പൂപ്പനോട് ഇരിക്കുന്നുണ്ട്, ഈജിപ്ത്. പക്ഷേ ഇവിടെ പാറക്കുട്ടി ട്രാപ്ഡ്. എൻ്റെ കയ്യിൽ ഇത് കിട്ടി, ഞാൻ ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിലാവും. എന്തെവിടെ തീവ്രവാദികളുണ്ടോ? അവിടെ അവിടെ കാണും. 2000 years later. ഇന്ത്യയിൽ നിന്ന് ഇറങ്ങി. ഇനി ചൈനയല്ലേ? ചൈന, ലെബനാനുണ്ട്. ചൈനയിലായിരിക്കും കൂടുതലും ഉള്ളത്. ഇതേതാ? ഓ, ഇത് ഇറാനാ. ഇറാൻ. ആ, ഞങ്ങള് ചൈനയിൽ കയറാൻ പോവാ. ഇതെന്തുവാ? ദം ബിരിയാണി. ഇതാണ് ഇറാൻ. ഇറാന്റെ ഫ്രണ്ടിൽ 2 സിംഹ മനുഷ്യന്മാരുണ്ട്. ടീ മേക്കിംഗ് പോട്ട്. ഇതാണ് ചൈന. ചൈന അടിപൊളിയാണ് കാണാൻ. പുല്ലിലൂടെ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ചൈനയിൽ കയറാൻ പോവാ. അവിടെ പലസ്തീന, ചൈന. നമ്മൾ ചൈനയിൽ കയറാൻ പോവാ. നമ്മളങ്ങനെ ചൈനയിൽ കയറിയിരിക്കുകയാണ്. ചൈനയിലെത്തുമ്പോൾ ആദ്യം കാണുന്ന മെയ്യാണ്.
ചൈന ഉള്ളതെന്ന് തോന്നുന്നു. ഇവിടെ കുറെ പാവകളൊക്കെ ഉണ്ട്. ടാഞ്ചിറോ കൊച്ചിന്റെ ടാഞ്ചിറോ അങ്ങനെ ഉണ്ടാ? ഇവിടെ കുറെ കീച്ചനൊക്കെ ഉണ്ട്. ഇവിടെ എംബാപ്പേനൊക്കെ കാണാം. കക്കാശി ഉണ്ട്, എംബാപ്പെ, ഷിൻചാൻ. എനിക്ക് ചൈന ഇഷ്ടപ്പെട്ടു. നല്ല കീച്ചനൊക്കെ ഉണ്ട്, സ്പോഞ്ച് ബോബൊക്കെ. ഗായ്സ്, ഐ ആം നോട്ട് കിഡിങ്. ഇവിടെ ആനിമയുള്ളത് എല്ലാവരും ഉണ്ട്. ഇവിടെ ലൂഫിയുടെ ഹാറ്റൊക്കെ ഉണ്ട്. ഇവിടെ ഡോമ, സാബീറ്റൊക്കെ. ഇതൊക്കെ ആരാ? സാബീറ്റൊക്കെ ഉണ്ട്. ഡോമ. ഇവിടെ അയ്യോ, എന്റെ പേരെന്തായിരുന്നു? ജുജുത്സു കൈസിന്റെ ഒക്കെ ഉണ്ട് കുറെ. എല്ലാം അടിപൊളി. ഇതിവിടെ കേക്കൊക്കെ. ഇത് വീണ്ടും ആനിമേ ക്യാരക്ടേഴ്സാ. ഇവിടെ റെങ്കോക്കുവിന്റെ ഒക്കെ സോഡൊക്കെ ഉണ്ട്. അടിപൊളി, കറക്റ്റ് പൊളി. ഇതൊക്കെ ഇവർക്ക് എങ്ങനെ കിട്ടും? ഇവിടെ ടാഞ്ചറോടെ റെങ്കോക്കുവിന്റെ ഒക്കെ എല്ലാ സോഡും ഉണ്ട് ഇവിടെ. അടിപൊളി. എനിക്ക് ചൈന ഇഷ്ടപ്പെട്ടു. ചൈന ഉള്ള ഇവിടെ ഫുട്ബോൾ പ്ലെയർ മത്സല, എംബാപ്പെ, റോബർട്ടോ കാർലോസ് ഒക്കെ ഉണ്ടായിരുന്നു. റൊണാൾഡോ. ഇവിടെ കുറെ ഉണ്ട്. വൺ പീസിൻ്റെ ഒക്കെ ഉണ്ട് ഇവിടെ. ഞാൻ ഇവിടെ കക്കാശിയുടെ ഡ്രസ്സ് മേടിച്ചു. ഞങ്ങളങ്ങനെ കീച്ചെയിൻ അവരവിടെ മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? കീച്ചെയിൻ മേടിക്കാം. ഹായ്. കൈനറ്റിക്സ് ആൻഡ് കൊച്ചിട്ടന്റെ മിനാറ്റോന്റെ കിച്ചൻ. നിനക്ക് സാസുക്കയുടെ മിനാറ്റോ നമിക്കാസെ. നമ്മളങ്ങനെ ചൈനയിൽ നിന്ന് ഇറങ്ങുവാണ്. എനിക്ക് ഗ്ലോ വില്ലേജിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ചൈനയാണ്. 100%. അതെ, നമ്മൾ വാള് കണ്ട. പോക്കിമോൻ കാർഡ്സ് ഒക്കെ ഉണ്ട്. ഫുട്ബോൾ സ്റ്റാർസ്, റൂബിക്സ് ക്യൂബ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്. കൈനറ്റിക്സ് ആണ്. ഇവിടെ മൈൻക്രാഫ്റ്റ് ഒക്കെ ഉണ്ട്. ഇതെന്തോ ഗോൾഡൻ ആർമർ ആണ്. ഗ്യാസ്. നല്ല സുഖമുണ്ട്. കൈ ഒട്ടിപ്പിടിക്കുന്നു. വാള്. ഇവിടെ ഇതൊക്കെ നോക്കുക. ഇത് മേടിച്ചാ സോഫ്റ്റ് അല്ലേ? നമ്മളങ്ങനെ ചൈനന്ന് പുറത്തെത്തി. അതുണ്ടാ സ്ലിംഗ് ഷോട്ട്. അത് സ്ലിംഗ് ഷോട്ട് വേണ്ട. അതിങ്ങനെ ഉണ്ട് അവിടെ കണ്ട സ്ലിംഗ് ഷോട്ട്. അല്ല, ഇങ്ങനെ പോകുന്നത് അത് സ്ലിംഗ് ഷോട്ടാ. കുറെ ഉണ്ട് ഇവിടെ റൈഡായിട്ട്. അവിടെ ഒരു ഔളുണ്ട്. ഒരു മാംഗോക്കാരനുണ്ട്. മാംഗോ. ഇത് എൻ്റെ പേരെനിക്കറിയില്ല. നമ്മളങ്ങനെ അങ്ങോട്ടാന്ന് തോന്നുന്നു നടക്കുന്നത്. ഇതിൻ്റെ ഒരു റെയിൽവേ മാർക്കറ്റാണ്. ഇവിടെ ട്രെയിനിൻ്റെ അകത്ത് കടകളാണ്. പക്ഷെ ഞാൻ
നമ്മളങ്ങനെ കാർണിവലിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കാറുണ്ട്, വേറെന്തൊക്കെയുണ്ട്. ഇതാണ് കാറിൻ്റെ ഇതൊക്കെ. കാറിൻ്റെ സെക്ഷനാണ്. വേറെന്തോ ആണ്. ഇവിടെ കാറിൻ്റെ ഒക്കെ ഇതാണ്. ഇത് ട്രാൻസ്വേൽനിയ ഹോട്ടൽ. ഇവിടെ കൊച്ചു കളിച്ചോണ്ടിരിക്കുക. ഇത് ട്രാൻസ്വേൽനിയ. അവിടെ ക്ലോ മെഷീനുണ്ട്. ഇവിടെ മാരിയോ ഉണ്ട്. മാരിയോ എടുക്കാൻ പറ്റും ഇവിടെ. വർക്കിംഗ് അല്ല, എല്ലാരും ഉണ്ട് ഇവിടെ. ഇവിടെ എന്താ കളിക്കുവാണ്. ഇതിങ്ങനെ പിടിക്കണം, പിടിച്ചാ പൈസ കിട്ടും. നമ്മള് പുറത്തിറങ്ങി 4 ഡക്കിനെ പിടിക്കണം. അതിൽ ഏതെങ്കിലും ഒരു ഡക്കിന്റെ കുക്കെ ഡക്കെന്നും പറഞ്ഞാണ്. ഇത് ഹോട്ടൽ ട്രാൻസ്വേൽനിയ. ഇവിടെ കൊച്ചുള്ളവർക്ക് കളിക്കുന്ന സെറ്റ് ഏരിയ. ബാസ്കറ്റ് ബോൾ. ജസ്റ്റ് മിസ്. ഗൈസ്, മാച്ചോൻ ഇപ്പോൾ ഒരു ഫേവറേറ്റ് ക്യാരക്ടർ ഇട്ടിരിക്കുകയാണ്, ബംബിൾ ബി. അവിടെ ഒപ്റ്റിമസ് പ്രൈം ആണ് തോന്നുന്നത്. ഒപ്റ്റിമസ് പ്രൈം ആണോ അത്? മെഗട്രോണാന്ന് പറയുന്നത്. ഇത് പാപ്പട്രോളാണ്. അയ്യോ, ഇതിങ്ങനെ ഓടിക്കുന്നതാണ് ഗൈസ്. അവിടെ ബംബിൾ ബിയും ഒപ്റ്റിമസ് പ്രൈമും ഒക്കെ ഉണ്ട്. നമ്മളിനി നടക്കുക. അതൊരു ചെറിയൊരു റോളർ കോസ്റ്റർ ഉണ്ട്. അവിടെ ഷെൽഫിഷ്, പിന്നെ ആർക്കേഡുണ്ട്, പിന്നെ വേറൊരു റോളർ കോസ്റ്റർ ഉണ്ട്. ഇതൊരു റോളർ കോസ്റ്ററാണ്. ഇതൊക്കെ ഒന്നുമല്ല മോഷൻ ഗേറ്റിലെ റോളർ കോസ്റ്റർ, മറ്റേ സ്മർഫിലോളത്തെ റോളർ കോസ്റ്ററാണ്. നമ്മുടെ ഫെറിസ് വീല്, പിന്നെ ഈ ഒരു സാധനം. ഇവിടെ ഒരാള് പേടിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരാള് തല ഇറങ്ങിപ്പോ. അടിപൊളി. അത്രേ ഉള്ളൂ ഗൈസ്. ഇവിടെ ബുള്ളറ്റ് ട്രെയിൻ അല്ല, ഇവിടുത്തെ ബുള്ളറ്റ് ട്രെയിൻ തുടങ്ങി. ഇതിൽ കയറണമായിരുന്നു, മറ്റേ മോഷിങ്ങിലെ ഗ്രീൻ ഹോണറ്റാ. അടിപൊളി. എനിക്ക് ഇതിൽ കയറണമായിരുന്നു, പക്ഷെ ഇതില്ല. ഇനി നല്ല സ്പീഡായിരിക്കും. അവിടെ ബ്ലാസ്റ്റ് ഓഫ് ഒക്കെ. ഇവിടെ ക്ലോ മെഷീനാണ്. ഇവിടെ കോക്കോമലിൻ്റെ ഐറ്റംസ് ആണ്. പിന്നെ ഇവിടെ ഇതൊക്കെ ഉണ്ട്. പിന്നെ വേറൊന്നും ഇല്ല ഗൈസ്, ഇവിടെ അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഇതുണ്ട് സൈസിക്നി കങ്കാറു. ഇതാണ് ഫെറിസ് വീൽ. ദ ലോസ്റ്റ് സിറ്റി. ഇത് ആഫ്രിക്കയുടെ എന്തോ ഒരു സാധനം, അതിൻ്റെ അകത്ത് കയറണം. ഇത് തുടങ്ങി.
അവിടെ സ്കേഡി ക്യാറ്റിന് ഭയങ്കര പേടിയാ. നമ്മളിനി അങ്ങോട്ട് പോകും. അതവിടെ ഇതൊക്കെ ഉണ്ട്, മൈൻക്രാഫ്റ്റിന്റെ ഐറ്റം. ഇവിടെ മൈൻക്രാഫ്റ്റിന്റെ ഐറ്റം ഉണ്ട്. അലക്സ്, സ്റ്റീവ്, ക്രീപ്പർ, എൻഡർമാൻ ഇവരൊക്കെ ഉള്ളു, വേറെ ആരുമില്ല. ഇത് എറിയണമെന്നുണ്ട് ബോള്. ഇവിടെ ഉണ്ട് ക്ലോ മെഷീൻ, ഒന്നും വർക്കിങ്ങില്ല. ഇവിടെ ആമസോൺ ബാക്ക് പറഞ്ഞെന്തോ. ഇനി അങ്ങോട്ട് പോവാം. ഇവിടെ ഗൈസ്, ഇവിടെ ഗ്ലോബൽ വില്ലേജിൻ്റെ ബുള്ളറ്റ് ട്രെയിൻ കണ്ടു ഞങ്ങൾ. ഇവിടെ ഫെരിസ് വീലാണ്. ഇതുപോലെ കുറേ ഉണ്ട് ഇതുപോലത്തെ സാധനങ്ങൾ. ഇതുപോലത്തെ പ്രൈസ് കിട്ടും. മൈക്കിനെ പോലെ ഉണ്ട് കാണാൻ. അപ്പോൾ ഗൈസ്, നമ്മൾ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഈ ഭീമാകാരമായ സാധനത്തേക്ക് ഇറങ്ങാൻ പോവാ. ഓ മൈ ഗോഡ്, ഇപ്പോൾ ഫെരിസ് വീലി കാണാം. ഓ മൈ ഗോഡ്, ഐ ആം എക്സൈറ്റഡ്. നമ്മളങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. യാ, ഫെരിസ് വീൽ. ഫെസ്റ്റിവൽ വീൽ. നല്ല മോശം കയറ്റി പോയതിന് ശേഷമല്ലേ ഇങ്ങനത്തെ റൈഡിൽ പോകുന്ന ഞാൻ. ഇവിടെ വേറൊരു റോളർ കോസ്റ്റർ ഉണ്ട്. ഇങ്ങനെ പോവാ അവര്. നമുക്കിനി പോവാം. അവിടെ ക്യൂ ഉണ്ട്, ക്യൂവിനിട്ട് വരാം. നമ്മളങ്ങനെ കേറിയിരിക്കുകയാണ്. അമ്മയ്ക്ക് ഇത് ഇങ്ങനെ സ്റ്റേബിൾ ആണ്. നമ്മള് പിന്നെ മുനിസിപ്പൽ മൈതാനത്തിലൊക്കെ ഉള്ളത് അത് നടന്ന് ഇങ്ങനെ ആടും. ഇത് ആടത്തില്ല, നമ്മൾ ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ചവിട്ട് വെച്ചെറിഞ്ഞ നല്ല രസമുണ്ട്. സൂപ്പർ ഗൈസ്, സൂപ്പർ. സീ അമ്മ കണ്ണടച്ചോ, അമ്മ കണ്ണടച്ചോ, കണ്ണടച്ചോ, കുഴപ്പമില്ല, കണ്ണടച്ചോ. എന്ത് രസം നോക്ക്, അടിപൊളി. കണ്ണടക്കലൊക്കെ നോക്കിയൊക്കെ പേടി മാറ്റണം. ഒക്കെ ഇതൊന്ന് നമ്മൾ അകത്തിരിക്കാണ്. ഹലോ ഹലോ, മര്യാദക്ക് അങ്ങോട്ട് നോക്കിക്കേ. എന്ത് രസമൊക്കെ കാണാൻ, എന്ത് രസമാണ്. പേടിയുള്ളവർക്ക് ഇത് അടിപൊളിയായിട്ട് തോന്നത്തില്ല. എസ്പെഷ്യലി അവർ മദർ സിച്ചിമോൾ. പേടിയൊന്നുമില്ല. She is very bold. She is bold but woman. അമ്മയുടെ ഹാർട്ട് പെയിൻ നേരം നിങ്ങൾ സ്കൂട്ടറൊക്കെ പറത്തി ഓടിക്കുന്ന സീനാണ്. ഞാനൊക്കെ സ്കൂട്ടർ കണ്ട പേടിച്ചോടുന്ന. ഗൈസ്, ഇത് മറ്റേ എയർപോർട്ട് മറ്റേ നമുക്ക് പ്ലെയിൻ ഇരിക്കുന്ന പോലെ തോന്നുന്നത്, വേറൊന്നും ഇല്ല. ഒക്കെ പ്ലെയിനിൽ എന്നെക്കാട്ടി ഉയരത്തിലല്ലേ ഇരിക്കുന്നേ. അക്ക അത് വിട്ടിട്ട് ഇത് കണ്ടേ. യൂട്യൂബിലുള്ള എല്ലാരും കാണുന്നുണ്ട്. ഇത് നമുക്ക് ഗ്ലോബൽ വില്ലേജ് ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ അല്ലേ. ഇതാണ് ഗ്ലോബൽ വില്ലേജ് ഫുള്ള്. പക്ഷെ സാധാരണ ജൈന്റ് വീൽ നമ്മൾ മേലോട്ട് ബോർഡിംഗ്. ചൈനയിൽ പോയെങ്കിലും ഇവിടെ എടുക്ക്. ഇച്ചിരി നേരം പാർക്ക് അടിപൊളി അല്ലേ. ഈ സൈഡാണ് കാണാൻ രസം. എന്ത് രസമുണ്ടല്ലോ, എത്ര വൈഡാണ്. അത് നോക്കണ്ട, അമ്മയെ മൈൻഡ് ചെയ്യണ്ട. മോൻ ധൈര്യമായിട്ട് കാണും. അമ്മ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അമ്മയുടെ ധൈര്യം ചോദിക്കും. അല്ലെങ്കിൽ അമ്മ കാണും, കണ്ടോളൂ. അവിടെ ബ്ലേഡ് ആടാ ചക്കരയുടെ കാല് മാറ്റിക്കും. കൊച്ചുനും ഇത് ഇവിടെ 3 ക്യാബിലുള്ളവർക്കും പേടി. ഇവിടെ 3 ഞങ്ങളുടെ ക്യാബിൻ മൊത്തം ധൈര്യമാന്മാര്. നമ്മളിപ്പോ കേറിയ സ്ഥലങ്ങളാണ് ആ ലൈറ്റ്സ് ഒക്കെ കാണുന്നിടത്ത്. ഡിഷുകുനെ നമ്മള് ധൈര്യമാന്മാരല്ലേ. ഇത് പേടിത്തൊണ്ടന്മാര്. ഇല്ല, കൊച്ചു പേടിത്തൊണ്ടനല്ല. കൊച്ചു ഈ പ്രായത്തിൽ ഇരിക്കുന്നുണ്ട്. അവിടെ കാറിനെ കൊച്ച കേക്കാം. അവിടെ ഇവിടെ അമ്മ ആയിട്ടിരിക്കുക. ചെറുതായിട്ട് ഇവിടെ 3 പേരും സ്റ്റക്ക് ആയിട്ടിരിക്കുക. ഞാൻ കണ്ടു.
ഓക്കെ, ഇവിടെ ഞങ്ങൾ താഴോട്ട് പോവാണ്. ഓ നോ നോ, താഴോട്ട് പോകുന്ന എനിക്ക് കുലുങ്ങൊന്നും ഇല്ല. എന്റെ പൊന്ന് മാച്ചു അമ്മയെ പോലെ ആവരുത്. അമ്മയുടെ മോനല്ലേ ഇങ്ങനെ ശരിയായിരിക്കും. ആക്ച്വലി ഇതിനകത്ത് നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുന്ന പോലല്ലേ ഫീൽ ചെയ്യുന്നത്, നമുക്കൊരു മൂവ്മെന്റ് അറിയുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട് മൂവ്മെന്റ് ഇങ്ങനെ ആടി നമ്മള് ഊഞ്ഞാലിരുന്ന് ആടത്തില്ലേ? ഇത് അനങ്ങുന്നുണ്ട്. നമ്മൾ താഴോട്ട് പേടിയുള്ളവർ ഇത് കാണാതിരിക്കുക. താഴോട്ട് നിങ്ങൾ കടയിൽ പോയിട്ട് വാ, അപ്പോഴത്തേക്ക് ഞങ്ങൾ ആ പേസ്റ്റ് മറ്റേ നമ്മൾ താഴോട്ട് ഇറങ്ങി അവിടെ പോകാനാ നോക്കേണ്ടത്. നോക്കരുത്. നമ്മൾ കഴിഞ്ഞോ? ഇല്ല ഇല്ല, ഇത് 2 പ്രാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വീണ്ടും പോവാണ്. ഇവിടെ കൊച്ചൂട്ടൻ ഒരു പേടിയില്ലെന്ന് തോന്നുന്നു. അടിപൊളി. കൊച്ചിന്റെ ഫോട്ടോ എടുത്തു. അത്ര ലൈറ്റ് ഇല്ല. പഠിപ്പിച്ചോളൂ കേട്ടോ. ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ ലൈറ്റ് ഉണ്ട്, ലൈറ്റ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ലൈറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് നമുക്ക് വെട്ടത്തിന്റെ ഭംഗി കിട്ടത്തില്ല. ഗ്ലോബൽ ലൈഫ് വീട്. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. ഇനി സർപ്രൈസ് ആണല്ലേ? അതെ, സർപ്രൈസ് ആണ് ഇനി അടുത്ത് വരുന്നത്. ബൈ.